അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബതി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഹു ഈസ് ദ ഓണർ ഓഫ് യുവർ ബോഡി? നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഓണർ ആരാണ്? ആരാ? നമ്മുടെ മാതാപിതാക്കൾ. ഓക്കെ, പിന്നെ ഞാൻ തന്നെ. വെരി ഗുഡ്, നല്ല ഉത്തരാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ബോഡിയുടെ അല്ലെങ്കിൽ എൻ്റെ ഓണർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ അള്ളാഹു ആണ് എൻ്റെ ബോഡിയുടെ അല്ലെങ്കിൽ എൻ്റെ ഓണർ. ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരം വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഉത്തരം എന്തൊക്കെയാണ്? രണ്ട് ഉത്തരമാണ്. ഒന്ന്, ഞാൻ തന്നെ, അല്ലെ, എൻ്റെ ഓണർ ഞാൻ തന്നെ. രണ്ടാമത്തതോ, അള്ളാഹു ആണ് എൻ്റെ ഓണർ. ഈ രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഒന്ന് അള്ളാഹു, രണ്ട് ഞാൻ തന്നെ, മൈസെൽഫ്. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും മുസ്ലിങ്ങളല്ലേ? അല്ലേ? ഓക്കെ, മുസ്ലിങ്ങളാണ് നമ്മളെല്ലാവരും എന്ന് നമ്മൾ പറയും. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അധ്യാപനമാണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹിനെ നമ്മൾ എന്താ വിളിക്കുക? റബ്ബ്, അല്ലെ? അള്ളാഹു ഈ ലോകത്തിന്റെ മുഴുവൻ, നമ്മുടെ എല്ലാവരുടെയും റബ്ബാണ്, രക്ഷിതാവാണ് അള്ളാഹു നമ്മൾ പറയും, അല്ലെ? അപ്പോ ഇസ്ലാമിന് ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഒരു ഉത്തരവുള്ളത് എന്താ? നമ്മുടെ മാത്രല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ ഓണർ ആരാണ്? അള്ളാഹു ആണ്. ഒന്നെല്ലാരും പറഞ്ഞേ, ഈ ലോകത്തിന്റെ മുഴുവൻ ഓണർ ആരാ? അള്ളാഹു ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുസ്ലിങ്ങളാക്കുന്നത്, നമ്മുടെ മതം ഇസ്ലാമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മുസ്ലിം? നമ്മളെല്ലാരും മുസ്ലിങ്ങളല്ലേ, അല്ലേ? ഓക്കെ, എന്താണ് മുസ്ലിം എന്നുള്ള വേർഡിന്റെ അർത്ഥം? മുസ്ലിം എന്താ? പറഞ്ഞോട്, തെറ്റിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഗേൾസ് ഒക്കെ നേരത്തെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഇപ്പം പോയോ? മുസ്ലിം വേറെ ഏതോ അറബി പദം നല്ല ചോദിക്കുന്നത്. മുസ്ലിം, നമ്മളെല്ലാരും മുസ്ലിമാന്ന് പറയുന്നത്, അല്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അതാണോ ആ വേർഡിന്റെ അർത്ഥം? വേർഡ് മീനിങ് സത്യവിശ്വാസി ആണോ? ആ മുഅ്മിനല്ലേ? അനുസരണയുള്ളവൻ. ഏകദേശം അടുത്തേക്ക് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അടിമയാണോ? അടിമ അബ്ദാണ്. ഞാൻ അറബി ക്ലാസ് എടുക്കേണ്ടി വരുമോ? സത്യവിശ്വാസി അല്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്. രണ്ടാൾക്കാർ, അവിടുന്ന് ഒരു ആൻസർ വന്നിരുന്നു, ഇവിടുന്ന് പറഞ്ഞു സമർപ്പിച്ചവൻ. ദ വൺ ഹൂ സബ്മിറ്റഡ്. ദ വൺ ഹൂ സബ്മിറ്റഡ് എന്നുള്ളതാണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം. എന്താ ഈ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ? ആർക്ക് സബ്മിറ്റ് ചെയ്ത കാര്യ? ആർക്ക് സബ്മിറ്റ് ചെയ്ത കാര്യ? അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്തവന് പറയുന്ന പേരാണെന്ത്? മുസ്ലിം. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കണം കേട്ടോ. നമ്മൾ എത്ര ഇപ്പൊ ഇവിടെ ഏകദേശം എല്ലാവർക്കും ഒരു 11, 12, 13, 17 18 വയസ്സൊക്കെ ഉള്ളവരുണ്ടാവില്ലേ? ഇത്രയും വർഷം നമ്മൾ എന്താ പറഞ്ഞത്? നമ്മള് മുസ്ലിങ്ങളാണ്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് മുസ്ലിം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താന്ന്. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമല്ലേ, അല്ലേ? അപ്പോ നമ്മളെ അടിസ്ഥാനം അറിയാം, നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ എന്താണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു ദ വൺ ഹൂ സബ്മിറ്റഡ്. ആരാണോ സബ്മിറ്റ് ചെയ്തത് അവന് പറയുന്ന പേരാണ് മുസ്ലിം. ഇസ്ലാം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ഇസ്ലാം, മുസ്ലിം. അപ്പൊ ഇസ്ലാം എന്തായിരിക്കും? മുസ്ലിം എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ സബ്മിറ്റഡ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിഷൻ, അല്ലേ? സബ്മിറ്റ് ചെയ്തവർക്കാണ് മുസ്ലിം എന്ന് പറയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിഷൻ. അപ്പൊ ഈ വേർഡ് ഉണ്ടല്ലോ, സമർപ്പണം, സബ്മിഷൻ എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ആർക്ക് സബ്മിറ്റ് ചെയ്യുന്ന കാര്യ? അള്ളാഹുവിന്. എന്താണ് അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിസ്കാരം. ഓക്കെ, നിസ്കാരം ഒരു സബ്മിഷൻ ആണ്. പിന്നെ നോമ്പ് പിടിക്കല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? ഇത് ഞാൻ എന്താണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത് പറയാം. ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആനിൽ പറയാണ്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബിയോട് പടച്ചോൻ പറഞ്ഞു എന്ത്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ സബ്മിറ്റ് ചെയ്യാന്ന് പടച്ചോൻ പറഞ്ഞു.
അപ്പൊ ഇബ്രാഹിം നബിന്റെ മറുപടി എന്താ അറിയോ? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി മറുപടി പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഞാനിതാ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ജസ്റ്റ് മുസ്ലിം ആവുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും ഇസ്ലാം പറയുണ്ടാവും അല്ലെ. ഇസ്ലാം ഇപ്പൊ നേരത്തെ പറഞ്ഞ നിസ്കാരം അല്ലെ, അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞു. എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞത്? 5 നേരം സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു അല്ലെ. അപ്പോ അള്ളാഹ് നമ്മളോട് അത് പറഞ്ഞു. അതെന്താണ്? ഒരു വേ ഓഫ് സബ്മിഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ പറയല്? എനിക്ക് കയ്യൂല, രാവിലെ എണീച്ച് സുബഹി നിസ്കരിച്ച് എട്ടങ്ങേറ് അല്ലെ. ചിലപ്പോ നമ്മൾ പറയില്ലേ, ഇല്ലേ, തണുപ്പാണ് അതുകൊണ്ട് ഇപ്പൊ എണീക്കാൻ കഴിയില്ല, 7 മണിക്ക് എണീച്ച് നിസ്കരിക്കാം പറയില്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ പറയണ്ടാവില്ല, ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ വെക്കുന്നുണ്ടാവും, നിസ്കാരം വൈകിപ്പിക്കുന്നവരുണ്ടാവും അല്ലെ. പിന്നെ അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഇസ്ലാം പറഞ്ഞ പല കാര്യങ്ങളും. ഇപ്പോ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആൺകുട്ടികളോട് ഇസ്ലാം പറയുന്നുണ്ട് എന്ത്? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, ടൈറ്റുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, ഇസ്ലാമിലെ നിയമമാണ് അല്ലേ. അപ്പൊ അങ്ങനൊക്കെ ഇപ്പൊ നടന്നാൽ ആകെ എടുങ്ങാറല്ലേ, ഇക്കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരെന്തോ പറയൂലേ അല്ലേ. പെൺകുട്ടികളോട് തട്ടം ഇന്നതാണ് ഇസ്ലാമിക വസ്ത്രധാരണം, അതൊന്നും കഴിയൂല, ഇങ്ങനെ മൂടി പൊതിച്ച് കോളേജിൽ പോവുക സ്കൂളിൽ പോവാന്ന് പറഞ്ഞാൽ എട്ടുങ്ങേറാണ്, ആൾക്കാരെന്താ പറയാ, ഓളൊരു പിന്നെ നിസ്കാരക്കുപ്പായിട്ട് വരുന്നു പറയൂലേ, ഇങ്ങനെ പറയ കാര്യങ്ങൾ അല്ലേ അല്ലേ. അപ്പോ നമ്മളോട് അള്ളാഹു ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിനോട് അസ്ലിം എന്ന് പറഞ്ഞു, സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? എന്നെ കൊണ്ട് കഴിയൂല, തണുപ്പാണ്, ആൾക്കാരെന്ത് പറയും, സ്കൂളിൽ നിന്ന് എന്ത് പറയും, ടീച്ചേഴ്സ് എന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, ഇങ്ങനെയല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു പറഞ്ഞിടത്തേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. പിന്നെ തണുപ്പ്, പിന്നെ കൂട്ടുകാര്, ടീച്ചേഴ്സ്, സമൂഹം, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ചേട്ടന്മാരെന്ത് വിചാരിക്കും, ഇതൊന്നുമില്ല. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് അറിയോ? ഈ ടീൻ സ്പേസിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കേട്ടു അല്ലെ, ഒരുപാട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇന്ന രൂപത്തിലാണ് ജീവിക്കേണ്ടതെന്നൊക്കെ നമ്മൾ കേട്ടു. അവിടെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉത്തരം, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അള്ളാഹ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആൾക്കാരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് പറയും, അവരെന്ത് കമന്റ് അടിക്കും, ഇതൊന്നും ഒരു വിഷയമാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്തവരാകാൻ, അങ്ങനെ മുസ്ലിങ്ങളായവരാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ ആ സബ്മിഷൻ എന്നുള്ളതാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം. എന്നാൽ നമ്മൾ ഇനി എന്തുകൊണ്ട് അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്യുന്നു, ഇതൊരു പ്രധാനമാണ് അല്ലെ. ഇതൊരു പ്രധാനപ്പെട്ട, എന്തിനാ നമ്മൾ അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്യുന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അള്ളാഹു അൽ അലീമാണ്. അൽ അലീം എന്ന് പറഞ്ഞാൽ എന്താ? അറബി, അടുത്ത അറബി ചോദ്യം. അൽ അലീം ആരെങ്കിലും പറയോ? വിശ്വസ്തനോ? അല്ല, അത് അൽ അമീനാണ് അല്ലെ. അൽ അലീം, ഇൽമ എന്ന് കേട്ടിട്ടുണ്ടോ? ഇൽമ എന്താ? അറിവ്. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ അല്ലെ. അള്ളാഹു എല്ലാം അറിയുന്നവൻ. പക്ഷെ എന്താ വെച്ചാൽ അള്ളാഹുവിന് ആണുങ്ങളെ കുറിച്ചും പെണ്ണുങ്ങളെ കുറിച്ചും അല്ലെ, അതുപോലെ തന്നെ തൊഴിലാളിനെ കുറിച്ചും മുതലാളിനെ കുറിച്ചും പൈസ ഉള്ളവനെ കുറിച്ചും ഇല്ലാത്തവനെ കുറിച്ചും എല്ലാരെ പറ്റിയും പഠിച്ചവനെ അറിയും. അപ്പോ എല്ലാരെ പറ്റിയും അറിയുന്ന അള്ളാഹു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളോട് കൽപ്പനകൾ പറഞ്ഞിട്ടുള്ളത്. ആ കൽപ്പനകൾ എന്തായിരിക്കും? ശരിയായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും. ഓക്കെ, നിങ്ങൾക്ക് ഒരു പനി വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, നിങ്ങളുടെ ആരെടുത്താ പോവുക? ഒരു ഡോക്ടർ ഉണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്, ആരെടുത്താ പോവുക? ഡോക്ടറെ അടുത്ത്. നിങ്ങൾക്ക് വീടിനൊരു പ്ലാന് വരക്കണം, നിങ്ങൾ ആരെടുത്താ പോവുക? എഞ്ചിനീയർ. എന്തുകൊണ്ടത്? ഡോക്ടർ നല്ല ആളാണ് അതുകൊണ്ടാണോ? അല്ല, രോഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നതായിരിക്കാം ഡോക്ടർക്ക്. അതുകൊണ്ട് രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അല്ലെ. പ്ലാന് വരക്കാൻ കൂടുതൽ അറിയുന്നതായിരിക്കാം എഞ്ചിനീയർക്ക്. അപ്പൊ പ്ലാൻ വരക്കാൻ നമ്മൾ ഏതൊരു വിഷയത്തിലും ആ വിഷയത്തിൽ നന്നായി അറിയുന്ന ആള് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്നാൽ അള്ളാഹു ആരാണ്? അൽ അലീമാൻ, എല്ലാറ്റിനെ പറ്റിയും പൂർണ്ണമായി അറിയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് പല കാര്യങ്ങളും സമൂഹത്തിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടാവും. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം പൂർണ്ണമായി അറിയുന്നത് അള്ളാഹു ആയതുകൊണ്ട് ഏതൊരു വിഷയത്തിലും അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അതും ഇതും ആലോചിച്ച് നമ്മൾ മാറി നിൽക്കില്ല. ഓക്കെ, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ
നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇനി ഈ നമ്മുടെ വിശ്വാസം എന്താ മനസ്സിലായല്ലോ, അള്ളാഹ് എന്തു പറഞ്ഞാലും സബ്മിറ്റ് ചെയ്യാം. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള വേറെ കുറെ വിശ്വാസങ്ങളുണ്ട്. അതായത് അള്ളാഹു എന്നുള്ളതിന് മാറ്റി മൈസെൽഫ്, ഞാൻ തന്നെയാണ് എൻ്റെ ഓണർ എന്ന് പറയുന്ന ഒരുപാട് ചിന്തഗതികളുണ്ട്. അതിൽപ്പെട്ടതാണ് ചിലത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈ ബോഡി മൈ ചോയ്സ് കേട്ടിട്ടുണ്ടോ? മൈ ലൈഫ് മൈ റൂൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാവും അല്ലേ? മൈ ലൈഫ് മൈ റൂൾസ്, ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും അല്ലെ. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം, ഇതൊക്കെ കേട്ടില്ലേ? ചില ആൾക്കാർ ചില ഇൻസ്റ്റഗ്രാമിലെ ബയോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. മൈ ലൈഫ് മൈ റൂൾസ്, മൈ ബോഡി മൈ ചോയ്സ്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്, കേട്ടില്ലേ? ഇങ്ങനെയുള്ള ആശയങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസമുള്ള കാര്യമാണ് അല്ലെ. ഭയങ്കര രസമുള്ള കാര്യം, ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമുള്ള, സ്റ്റാറ്റസ് ആക്കാൻ തോന്നുന്ന, ബയോ ആക്കാൻ തോന്നുന്ന കുറെ ആശയമായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കേൾക്കാൻ രസമുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇസ്ലാമിന് നേരെ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓണർ നമ്മൾ തന്നെയാണ്, അള്ളാഹു അല്ല, നമ്മൾ തന്നെയാണ് എന്ന ചിന്തയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. ഇത് തമാശയല്ല. ഇത് നമ്മൾ പിന്നെന്താ പറയുക, ഒരു ട്രെൻഡിനൊപ്പം പോകാന്നുള്ള രൂപത്തിൽ അത്ര ലാഘവത്തോടു കൂടി കാണാനല്ല. അത് നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുർആൻ ചോദിക്കാൻ, നീ കണ്ടുവോ തന്റെ ഇച്ഛയെ ഇലാഹാക്കിയവനെ, ആരാധ്യ വസ്തു ആക്കിയവനെ നീ കണ്ടുവോ? ഇച്ഛ എന്ന് വെച്ചാൽ എന്താ? ഇച്ഛ, തോന്നൽ അല്ലെ, ആഗ്രഹം. നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അവരുടെ ആഗ്രഹങ്ങളെ അവർ ഇലാഹാക്കും, ദൈവാക്കും. അപ്പോ നമുക്ക് എന്തെങ്കിലും ഇപ്പോ എന്താ പറയാ, ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പം അവിടെ കമന്റ് അടിക്കാൻ തോന്നുന്നു, നമ്മുടെ തോന്നലാണ്, ഇച്ഛയാണ് അല്ലെ. ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനെ ഇലാഹാക്കും. അങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്യും. വേറെ ചില ആൾക്കാർ ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി പരിപാടിക്ക് പോകരുത്. അപ്പോ ഇങ്ങനെ ഏത് വിഷയത്തിലും നമുക്ക് എന്തുണ്ടാവും? രണ്ട് ചോയ്സ് ഉണ്ടാവും. ഒന്ന് പടച്ചോൻ പറഞ്ഞത്, രണ്ട് നമ്മുടെ ഇച്ഛ പറഞ്ഞത്, നമ്മുടെ ആഗ്രഹം പറഞ്ഞത്. ഇപ്പോ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക. അപ്പോ പറഞ്ഞു വന്നെന്തായിരുന്നു? ഏതൊരു വിഷയം വരുമ്പോഴും നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ടാവും. ഒന്ന് നമ്മൾ നമ്മുടെ ഇച്ഛയെ തന്നെ ഇലാഹാക്കുക. ഇപ്പൊ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത് എന്ന് പടച്ചോൻ പറഞ്ഞു. രണ്ട് ചോയ്സാണ് ഉള്ളത്. പടച്ചോനെ ഇലാഹാക്കിയിട്ട് അങ്ങനെ ധരിക്കാതിരിക്കുക. രണ്ടാമത്തത് നമ്മുടെ ആഗ്രഹത്തെ ഇലാഹാക്കിയിട്ട് അങ്ങനെ ധരിക്കുക. പടച്ചോൻ ഹിജാബ് പഠിപ്പിച്ചു, പടച്ചോൻ ഹിജാബ് ധരിക്കാൻ പറഞ്ഞു. നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. പടച്ചോനെ ഇലാഹാക്കി ഹിജാബ് ധരിക്കുക, നമ്മുടെ ആഗ്രഹത്തെ ഇലാഹാക്കി അത് ധരിക്കാതിരിക്കുക. ഇങ്ങനെ ഏത് വിഷയത്തിലും നമുക്ക് എന്തുണ്ടാവും? രണ്ട് ചോയ്സ് ഉണ്ടാവും. ആ ചോയ്സിൽ നമ്മൾ ഏത് തീരുമാനിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ മുസ്ലിമാണോ അതല്ല നമ്മൾ ഈ പറഞ്ഞ ഇച്ഛയെ ഇലാഹാക്കിയവരാണോ എന്നുള്ളത് നിൽക്കുന്നത്. അപ്പോ അവിടെയാണ് ഖുർആൻ ചോദിക്കുന്നത്, ചില ആൾക്കാർ എന്ത് ചെയ്തു? അവർക്ക് തോന്നിയതിനെ ഇലാഹാക്കും, അവരുടെ തോന്നലിനെ ഇലാഹാക്കും. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത്, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ നീ വിചാരിക്കുന്നുണ്ടോ അവരിൽ അധികം ആളുകളും കേൾക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ? ഇങ്ങനെയുള്ള ആളുകൾ മൈ ബോഡി മൈ ചോയ്സ്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്, മൈ ലൈഫ് മൈ റൂൾസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ വിചാരിക്കുക അവർ ഭയങ്കര ബുദ്ധിജീവികളാണ്, ഭയങ്കര ചിന്തകന്മാരായിട്ട് എന്തൊക്കെ പറയുന്ന സംഭവമാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഖുർആൻ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് കേൾക്കുന്നൊക്കെയാണ് വിചാരിക്കുന്നത് അല്ല. ഖുർആൻ പറയുന്നു, ഇൻഹും ഇല്ലാ കൽ അൻആം. എന്താ അൻആം എന്ന് പറഞ്ഞാൽ? നാൽക്കാലികൾ. അവർ വെറും നാൽക്കാലികളെ പോലെയാണ്. ഇവിടെയുള്ള ആട്, പൂച്ച, പട്ടി, ഇവരൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമോ? ഇല്ല. അവർക്കൊരു പുല്ല് തിന്നണം തോന്നിയാൽ അപ്പം പോയി തിന്നും. അവർക്ക് എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കണം തോന്നിയാൽ അവർ ഒച്ച ഉണ്ടാക്കും. അവർക്ക് തോന്നിയതുപോലെ അവർ ജീവിക്കും. അതാണ് നാൽക്കാലികൾ. പക്ഷേ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ട്? കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അവിടെ ആർക്ക് സബ്മിറ്റ് ചെയ്യണം? നമുക്ക് തോന്നിയതുപോലെ ജീവിക്കണോ അല്ല പടച്ചോൻ പറഞ്ഞതുപോലെ ജീവിക്കണോ എന്ന ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏത് ചോയ്സ് നമ്മൾ എടുക്കും എന്നുള്ളതാണ് വിഷയം. എന്നിട്ട് ഖുർആൻ അവിടെയും അവസാനിപ്പിക്കുന്നില്ല, ബൽഹും അദല്ലു സബീല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവരാണ്. കാരണം എന്താ വെച്ചാല് ഈ നായക്കും പൂച്ചക്കും ഒന്നും എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് അവർ തോന്നിയതുപോലെ ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന്മാർക്ക് കഴിവുണ്ടായിട്ടും അവർ നായകളെയും പൂച്ചകളെയും പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവര് നാൽക്കാലികളെക്കാൾ
അധപ്പതിച്ചവരാണ് എന്ന ഖുർആനിന്റെ വചനം നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ കോളേജുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ വരുന്ന പല കാര്യങ്ങളും ഈ ആശയമാണ്. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം, പടച്ചോൻ പറഞ്ഞത് നോക്കണ്ട, അല്ലെ, മതം പറഞ്ഞത് നോക്കണ്ട, ദീന് പറഞ്ഞത്, അതൊക്കെ കുറെ ഖുറാനിലും ഹദീസിലൊക്കെ എന്തൊക്കെ വെറുതെ എഴുതി വെച്ചത്, നമ്മളതൊന്നും നോക്കണ്ടയില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. ഈ ചിന്ത നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം, അല്ലെ? അങ്ങനെയുള്ളതാണ്. പ്രണയത്തിനുമേർ ആര് വരച്ചു ലിംഗാതിർത്തികൾ, വലിയ ചോയ്സാണ്, അല്ലെ, വലിയ കാര്യമാണ്. കപട സദാചാര കരങ്ങൾക്ക് കൈവിലങ്ങിടാം. സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ? സദാചാരം നല്ല രൂപത്തിൽ ജീവിക്കുക, അല്ലെ? നല്ല രൂപത്തിൽ ജീവിക്കുക എന്നുള്ളത് ഇപ്പം ഭയങ്കര മോശം കാര്യമാണ്. സദാചാരം എന്ന് പറഞ്ഞാൽ മോശം കാര്യമായി, അല്ലെ? ഇപ്പൊ അതാണ് അവസ്ഥ. നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ സ്കൂളിൽ സദാചാരം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശം പദം പറയുന്നത് പോലെയാണ്. അപ്പോ അതിനെതിരെ നമ്മൾ നിൽക്കണം. അതുപോലെ തന്നെ പ്രണയമേ നിനക്ക് ലിംഗമില്ല, നീയും ഞാനും എന്ന സത്യം മാത്രം, വേലികൾ തകർത്തൊരു വലയം തീർത്തിടാം. ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിൽ കാണുന്ന, നമ്മുടെ ക്യാമ്പസുകളിൽ കാണുന്ന പോസ്റ്ററുകൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ആശയം എന്ന് പറയുന്നത് എന്താ? നമ്മൾ പടച്ചോൻ പറഞ്ഞൊന്നും നോക്കണ്ട, ഖുറാനിൽ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു, ഇസ്ലാം എന്ത് പറഞ്ഞു, അതൊന്നും നമ്മൾ നോക്കിയിട്ട് വെറുതെ ഇടങ്ങാറാവേണ്ടതില്ല. നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന ആശയമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ പടച്ചോൻ പറഞ്ഞെടുത്താണോ, അല്ല നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നാൽക്കാലികളെ പോലെയാണോ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി നമുക്കുള്ളത്, അല്ലെ? നമ്മൾ ഏത് തെറ്റെടുത്ത് നോക്കാം. ലഹരി, അല്ലെ? ലഹരി ഉപയോഗിക്കുന്ന ആളുകളോട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടോ? ഉണ്ടാവൂലേ? ചിലപ്പോഴൊക്കെ ചെറിയ രൂപത്തിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഉണ്ടെങ്കിലും പറയൂലല്ലോ, അല്ലെ? ഓക്കെ. അപ്പോ ലഹരി ഉപയോഗിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ അവർ പറയുന്ന ന്യായം എന്തായിരിക്കും? അവർ പറയുന്ന ന്യായം ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, അല്ലെ? ചില ആൾക്കാർ പറയും, കള്ളു കുടിക്കുന്ന ആളുകളോട് നിങ്ങളുടെ കരളടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കും. അവർക്ക് ഒരു പ്രശ്നമില്ല, കരളടിച്ചു പോകണ്ട, അടിച്ചു ഓട്ടിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്യാ? ആകെ കുറച്ചു കാലം ജീവിക്കാനുള്ളൂ, അത് പരമാവധി എക്സ്പ്ലോർ ചെയ്യണം, പരമാവധി ആസ്വദിക്കണം, പരമാവധി എൻജോയ് ചെയ്യണം. ഈ ചിന്ത വന്നാൽ പിന്നെ ഒരു തെറ്റും ഒരു തെറ്റല്ലാതാവും, അല്ലെ? ലഹരി ഉപയോഗിക്കുന്നവർ പറയാ, ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ള, എന്താണ് 10-60 കൊല്ലം ഇവിടെ ജീവിക്കുള്ളൂ, അതിന്റെ ഇടയിൽ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം, അല്ലെ? ഈ ചിന്ത എവിടുന്ന് വരുന്നതാണ്? ഈ ഒരു ആശയത്തിൽ നിന്ന്. അതുപോലെ തന്നെ അശ്ലീലങ്ങൾ, അതുപോലെ തന്നെ ആഭാസങ്ങൾ, വൃത്തികേടുകൾ കാണുന്ന ആളുകൾ, വൃത്തികേടിന്റെ രംഗങ്ങൾ സെർച്ച് ചെയ്യുന്ന ആളുകൾ, അത്തരം വീഡിയോസ് കാണുന്ന ആളുകൾ, അവര് പറയുന്ന ന്യായം എന്താണ്? ഈ രൂപത്തിലുള്ളതാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം, അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അല്ലെ? അവർ ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം, അവിടെ അശ്ലീലം, ആഭാസം, ഹറാമ്, ഹലാലി എന്നൊന്നും പറഞ്ഞ് വരരുത് എന്നുള്ളതാണ് അവരതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നു. ഇനി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത ജീവിതം, അല്ലെ? ചില ആൾക്കാരുടെ പ്രശ്നം അതാണ്. ഇപ്പം പഠിക്കേണ്ട സമയമാണ്, പഠിക്കേണ്ട സമയത്ത് പഠിക്കൂല, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യൂല, കുടുംബം പോറ്റേണ്ട സമയത്ത് കുടുംബം പോറ്റൂല. അങ്ങനെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാത്ത ജീവിതം, അങ്ങനെ ജീവിക്കുന്ന ആളുകളും പറയുന്ന ന്യായം എന്താണ്? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, അത് ആരും ഇടപെടണ്ട, എന്റെ ടീച്ചേഴ്സ് ഇടപെടണ്ട, എന്റെ പാരന്റ്സ് ഇടപെടണ്ട. ഈ ചിന്തയൊക്കെ വരുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ ഓണർ, ഞാൻ തന്നെയാണ് എൻ്റെ ഓണർ, ഞാനാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഓണർ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ ഓണർ ഞാനാണ് എന്നുള്ള ആ ചിന്തയാണ്. ആ ചിന്തക്ക് അടിസ്ഥാനപരമായി തന്നെ എന്ത് ചെയ്യുന്നു? ഇസ്ലാം തടയിടുന്നു. ഇസ്ലാം പറയുന്നു, അല്ല, നിങ്ങളല്ല, അള്ളാഹുവാണ് റബ്ബുൽ ആലമീൻ, എല്ലാറ്റിന്റെയും ഓണർ അള്ളാഹുവാണ്. ആ അള്ളാഹ് പറഞ്ഞതനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോ ഈ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഈ ഒരു ചിന്തക്ക് പല രൂപത്തിലുള്ള സിദ്ധാന്തങ്ങളായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക, അല്ലെ? പല ഇസങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? ഏതാ ഇസ? നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇസത്തിന്റെ പേര് പറയോ? ഇസം, ഫെമിനിസം, ഓക്കെ. പിന്നെ കമ്മ്യൂണിസം, റേസിസം, ഓക്കെ. പിന്നെ പിന്നെ ഫാസിസം, ഓക്കെ. ലിബറലിസം, ഓക്കെ. പിന്നെ ഇത്രേ ഉള്ളൂ. വേറെ ടീം സ്പേസിലൊക്കെ പോയാൽ എത്രങ്ങാനും ഇഷ്ടം അറിയാം. ഞാൻ പറഞ്ഞ അവസാനം നിർത്താൻ പറയല, അല്ലെ? ഒരുപാട് ഇസങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഈ ഇസങ്ങളൊക്കെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ മനുഷ്യന്മാരെന്നെ ചിന്തിച്ച് കുറെ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അതിൽപ്പെട്ടതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിന്റെ ആശയം എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ കമ്മ്യൂണിസം പറയുന്നത്? കമ്മ്യൂണിസം തൊഴിലാളി വർഗം, അല്ലെ? അങ്ങനെ തന്നെയല്ല പറഞ്ഞേ, അല്ലെ? തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതാണ് കമ്മ്യൂണിസം പറയുന്നത്.
ശരിയല്ലേ? തൊഴിലാളി വർഗത്തിന് കുറെ പ്രശ്നങ്ങളില്ലേ? അത് പരിഹരിക്കണ്ടേ? വേണം. അപ്പോ ഇതില് പ്രശ്നം എന്താ അറിയോ? ഈ പറഞ്ഞ പ്രശ്നം വളരെ ജെന്യൂനാണ്. തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സമൂഹത്തിൽ കുറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ, ഈ കമ്മ്യൂണിസത്തിന്റെയും മാർക്സിസത്തിന്റെയും ഒക്കെ ഫോർ ഫാദേഴ്സ് ആരാ? എടാ, മാർക്സിസം ആ പേരിൽ തന്നെ ഉണ്ട്. ആരാ? കാൾ മാർക്സ്. കേട്ടില്ലേ? നിങ്ങൾ പോരട്ടോ. കോട്ടയം അക്ഷര നഗരി എന്നൊക്കെ പറയല്. എത്തുമായൊന്നില്ലേ? ഓക്കെ. അപ്പോ കാൾ മാർക്സും എംഗൽസും ഒക്കെ എന്ത് ചെയ്തു? അവരിങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് തൊഴിലാളി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അപ്പോ അവർ ചെയ്തെന്താ വെച്ചാൽ, അവരുടേതായ രീതിയിൽ ചിന്തിച്ചിട്ട് അവർ കുറച്ച് പരിഹാരം പറഞ്ഞു. അവർ പറഞ്ഞ പരിഹാരം ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ രണ്ട് വർഗങ്ങളുണ്ട്, തൊഴിലാളി വർഗം, മുതലാളി വർഗം. അതിലെന്ത് ചെയ്യണം? തൊഴിലാളി വർഗ സമഗ്രാധിപത്യം വന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇവിടെയുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. അതിനവർ സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കുറെ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. ആ സിദ്ധാന്തത്തെ ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയില്ല, നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷെ സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ, ഈ സംഭവം ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിസം നടപ്പിലാക്കി. എവിടെ നടപ്പിലാക്കിയേ? കുറച്ച് ഹിസ്റ്ററി അറിയെങ്കിലും ഇതിന്റെ ആൻസർ എങ്കിലും വരും. ഇന്ത്യയിലോ? പറച്ചോനെ, എവിടെയാ കമ്മ്യൂണിസം നടപ്പിലാക്കിയ രാജ്യം? പാകിസ്ഥാനോ? ചങ്ങായിമാരെ, നിങ്ങളെ നാടിനെ പറയിപ്പിക്കട്ടോ. യെസ്, റഷ്യ, സോവിയറ്റ് റഷ്യയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കമ്മ്യൂണിസം നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ എടുത്തേ കുറെ ആൾക്ക് അറിയില്ല എന്ന് തന്നെ മനസ്സിലായി. ഓക്കെ. അപ്പോ സോവിയറ്റ് റഷ്യയിൽ എന്ത് ചെയ്തു? ഈ കമ്മ്യൂണിസം നടപ്പിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണേ, കമ്മ്യൂണിസം എന്തിനാ കൊണ്ടുവന്നത്? തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നം തീർക്കാൻ, അല്ലെ? പക്ഷേ കമ്മ്യൂണിസം വന്നതോടുകൂടി എന്താ സംഭവിച്ചതെന്നറിയോ? കോടിക്കണക്കിന് തൊഴിലാളികൾ പട്ടിണി കിടന്നു മരിച്ചു. സോവിയറ്റ് റഷ്യന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? കോടിക്കണക്കിന് തൊഴിലാളികൾ പട്ടിണി കിടന്നു മരിച്ചു. അപ്പോ അവിടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ട്, അത് ശരിയാണ്. പക്ഷെ ആ പ്രശ്നം പരിഹരിക്കാൻ മാർക്സും എംഗൽസും ചിന്തിച്ച് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരു ഇസം ഉണ്ടാക്കിയപ്പോ എന്താ സംഭവിച്ചത്? ആ തൊഴിലാളികൾ തന്നെ പട്ടിണി കിടന്ന് മരിക്കുന്നതിലേക്ക് എത്തി, അല്ലെ? ഇതാണ് മനുഷ്യന്മാർ ഇസങ്ങൾ ഉണ്ടാക്കിയാൽ സംഭവിക്കുക. ഇതേപോലെ തന്നെ ഫെമിനിസം പറയുന്നത് എന്തിനെ കുറിച്ചാ? സ്ത്രീകളുടെ അവകാശത്തെ പറ്റി. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ലേ? ഇല്ലാന്നോ? ഉണ്ട്, അല്ലെ? സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. സ്ത്രീകൾ പല രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്, അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്, യാതൊരു സംശയമില്ല, അല്ലെ? പക്ഷേ ഇവിടെ നേരത്തെ കമ്മ്യൂണിസം പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ട്, അല്ലെ? ആ പ്രശ്നം പരിഹരിക്കാൻ മാർക്സും എംഗൽസും കമ്മ്യൂണിസം ഉണ്ടാക്കിയതുപോലെ സ്ത്രീകൾക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ ഈ ഫെമിനിസ്റ്റ് ഫോർ ഫാദേഴ്സോ അല്ലെങ്കിൽ ഫോർ മദേഴ്സോ എന്ത് ചെയ്തു? അവരവരുടെ ചിന്തയിൽ നിന്ന് കുറെ ആശയങ്ങൾ ഉണ്ടാക്കി. ആ ആശയമാണ് ഫെമിനിസം. ചില ആൾക്കാർ വിചാരിച്ചെന്താ വെച്ചാൽ, ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെ? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക, അവര് ഫെമിനിസ്റ്റ്, അല്ലെ? സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ ഫെമിനിസ്റ്റ് ആണെങ്കിൽ നമ്മളെല്ലാവരും ഫെമിനിസ്റ്റ് ആവണം, അല്ലെ? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും എല്ലാവരുടെയും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. പക്ഷെ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ചില ആളുകൾ ചിന്തിച്ചുണ്ടാക്കിയ ചില ഐഡിയോളജികളാണ്. അതിനെന്തുണ്ട്? ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം, തേർഡ് വേവ് ഓഫ് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആശയധാരകൾ തന്നെയുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയോളജിയാണ് ഫെമിനിസം. ആ ഐഡിയോളജി എന്താ പറയുന്നത്? അതിന് കൃത്യമായ ചില നേരത്തെ കമ്മ്യൂണിസത്തിൻ്റെത് പറഞ്ഞതുപോലെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. അവർ പറയുന്നത് വെച്ചാൽ പുരുഷവർഗം, സ്ത്രീവർഗം എന്ന് പറയുന്ന രണ്ട് വർഗങ്ങൾ, ആ വർഗ സംഘടനകളിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. പുരുഷാധിപത്യം എപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാട്രിയാർക്കി എപ്പോഴും നിലനിൽക്കുന്നതാണ്. മതങ്ങളിലൊക്കെ പാട്രിയാർക്കിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ ഫെമിനിസം അവർ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് എന്ത്? ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു അബ്സല്യൂട്ട് ഇക്വാളിറ്റി എന്ന് പറയുന്നത്, എല്ലാ നിലക്കുമുള്ള തുല്യത. പക്ഷെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ഫെമിനിസം കൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ? നിങ്ങൾ നോർഡിക് രാജ്യങ്ങൾ കേട്ടിട്ടുണ്ടോ? നോർഡിക് രാജ്യങ്ങൾ ഏതായി? നോർഡിക് രാജ്യങ്ങൾ സ്കാൻഡിനേവിയ രാജ്യങ്ങൾ, പിന്നെ നോർവേ, ഡെൻമാർക്ക് ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾ. അവിടെയൊക്കെ ഈ ഫെമിനിസം പറയുന്നത് പോലെയുള്ള ഇക്വാളിറ്റി നടപ്പിലായി. പക്ഷെ ആ നടപ്പിലായപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? സ്ത്രീകൾ കൂടുതലായി
അവരുടെ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് പഠനങ്ങൾ ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്, നോർഡിക് പാരഡോക്സ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫെമിനിസവും സ്ത്രീകൾക്ക് തന്നെ ഉപദ്രവമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, തൊഴിലാളികൾക്ക് അവകാശമുണ്ട്, സ്ത്രീകൾക്ക് അവകാശമുണ്ട്, പുരുഷന്മാർക്ക് അവകാശമുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യന്മാർ ചിന്തിച്ചിട്ടല്ല ഉണ്ടാക്കേണ്ടത്. എല്ലാവരുടെയും റബ്ബായ പടച്ചവൻ തീരുമാനിക്കുന്നതാണ് ആ അവകാശങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിലൂടെയാണ് അതിനുള്ള പരിഹാരം നമ്മൾ മനസ്സിലാക്കുക. ഇനി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയൊന്നും നോക്കണ്ട, അവസാനത്തെ മൂന്നാമത്തെ ഒരു ചിത്രം കണ്ടല്ലേ? ഈ ആൾ ആർക്കെങ്കിലും അറിയോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അവസാനിപ്പിക്കാട്ടോ, സംസാരിക്കാൻ നിർത്താൻ അവസാനിപ്പിക്കാണ്. ഞാൻ ചോദ്യം ചോദിക്കുന്ന ഇയാളെ കുറിച്ചാണ്. ചോദ്യം ഭയങ്കര ടഫ് ചോദ്യം ഒന്നല്ല. ഇത് ഉഗാണ്ടയുടെ പ്രസിഡന്റിന്റെ അമ്മായിന്റെ മോനാണോ എന്നല്ല ചോദ്യം. ചോദ്യം ഇത്രേ ഉള്ളൂ, ഇത് ആണാണോ പെണ്ണാണോ? ബുദ്ധിയുള്ള ആളുകളുടെ ആൻസർ ആട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആണാണോ പെണ്ണാണോ? കണ്ടിട്ട് പെണ്ണാൻ തോന്നുന്നുണ്ടല്ലേ? പെണ്ണാൻ തോന്നുന്നവർ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, ഇത് കണ്ടിട്ട് ആണാന്നല്ല എല്ലാവർക്കും പൊതുവെ തോന്നുക. ഓക്കെ, ഇനി ഞാനൊരു ട്വിറ്ററിലുള്ള ട്വീറ്റ് കാണിച്ചു തരാം. ഇത് ടൊറന്റോ പോലീസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ വന്നിട്ടുള്ളതാണ്. ഏറ്റവും മുകളിൽ എന്തോന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ? ഒന്നുകൂടി കണ്ണ് തിരുമ്മിയിട്ട് ഒന്നുകൂടി വായിച്ചോക്കെ. അതെന്താ? എന്റെ താഴെയുള്ള ഫോട്ടോ നോക്കിയേ. അതെന്താ പ്രശ്നം? എന്താ പറ്റി? ടൊറന്റോ പോലീസിന് ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോ മാറിപ്പോയതാണോ? ആണോ? അല്ല, പിന്നെ എന്താ സംഭവിച്ചത്? ഇവിടെയാണ് നമ്മൾ അവസാനമായി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഐഡിയോളജി വരുന്നത്. LGBT കേട്ടുണ്ടോ? ജെൻഡർ പൊളിറ്റിക്സ്. അല്ലെ, ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ, ഷീ ഓർ ഹെർ, ഹി ഓർ ഹിം എന്നൊക്കെ ബയോയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർ വെറുതെ കണ്ട് ട്രെൻഡിന്റെ പിന്നാലെ എഴുതുന്നായിരിക്കും. പക്ഷെ അതെന്താണ്? ഈ ജെൻഡർ പൊളിറ്റിക്സിന് അല്ലെങ്കിൽ റെയിൻബോ ഫ്ലാഗ് ചില ആൾക്കാരൊക്കെ ബയോയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ആശയമാണ് ഈ പറഞ്ഞത്. എന്താ അറിയോ? ഒന്നുമില്ല, ഞാൻ വളരെ ചുരുക്കി പറയാം. ഈ ചങ്ങായി ഉണ്ടല്ലോ, ഈ ചങ്ങായി കാണാൻ ഫുള്ളി ആണാണ് അല്ലെ, അയാളുടെ ശരീരം മുഴുവനും ആണാണ്. പക്ഷെ അയാൾ സ്വയം പറഞ്ഞു ഞാൻ പെണ്ണാണ്. അപ്പോ LGBT പറയുന്നത് എന്താ വെച്ചാൽ, ഒരാൾ സ്വയം പെണ്ണാണെന്ന് പറഞ്ഞാൽ അയാൾ പെണ്ണായി അംഗീകരിക്കണം. ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അത് അംഗീകരിച്ചാൽ എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓരോരുത്തർ പറയുന്ന അതേപോലെ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ എന്നെ കാണാൻ ആളിനെ പോലെ ഇല്ലേ? ഇല്ലേ? എന്താണ് നിങ്ങള് ആണിനെ പോലെ ഇല്ലേ? പൂർണ്ണമായും ആണിനെ പോലെയുള്ള ഞാൻ ഇവിടെ വന്നിട്ട് പറയാണ്, സത്യത്തിൽ എന്നെ കാണാൻ ആണിനെ പോലെയൊക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാനൊരു പെണ്ണാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? LGBT അനുസരിച്ച് നിങ്ങൾ അത് അംഗീകരിക്കണം. LGBT പൊളിറ്റിക്സ് അനുസരിച്ച് അത് അംഗീകരിക്കണം. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും അത് അംഗീകരിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം, പെണ്ണാന്ന് പറഞ്ഞോട്ടെ. പക്ഷേ അത് അങ്ങനെ നിൽക്കുവോ? അങ്ങനെ നിൽക്കൂല. കാരണം എന്താ? ഞാൻ പെണ്ണാണെങ്കിൽ എനിക്ക് പിന്നെ ഇപ്പുറത്തെ ഇവിടെ മാറാക്കണ്ടല്ലേ, ഇപ്പുറത്ത് വന്നിരിക്കാം അല്ലെ. ഇവിടെ ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും ഇല്ല, എനിക്ക് ലേഡീസ് ടോയ്ലറ്റിലേക്ക് വരാം. പല സ്കൂളുകളിലും കോളേജുകളിലും ലേഡീസ് ഹോസ്റ്റൽ ഇല്ലേ, എനിക്ക് ലേഡീസ് ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കാം. പലയിടത്തും വിമൻസ് റിസർവേഷൻ ഇല്ലേ, എനിക്ക് വിമൻസ് റിസർവേഷനിൽ സീറ്റ് എടുക്കാം. ബസ്സിൽ കയറുമ്പോൾ ലേഡീസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് എനിക്ക് ഇരിക്കാം. അത്ര ചെറിയ വിഷയമാണോ ഇത്? ആണോ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് ഡീറ്റെയിൽഡ് സംസാരങ്ങളും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ നമ്മുടെ വിസ്ഡം ഗ്ലോബൽ TV, അതുപോലെ തന്നെ വിസ്ഡം ഡയലോഗ് TV എന്നൊക്കെ പറയുന്ന ചാനലുകളിലുണ്ട്. വളരെ ചുരുങ്ങിയ സമയം അതുകൊണ്ട് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഐഡിയോളജി എന്താ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ട്രെൻഡിന്റെ പിന്നാലെ പോയാൽ പറ്റുന്ന പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ചില ആളുകളൊക്കെ LGBT ഇതിനു മുമ്പ് കേട്ട എത്ര ആൾക്കാരുണ്ടെന്ന് കൈവെക്കുവോ? LGBT ഓക്കെ. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ കേൾക്കുക? കുറച്ച് ആൾക്കാരുടെ വളരെ പ്രയാസപ്പെട്ട അനുഭവങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് LGBT, നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ LGBT പറയുന്ന ഏറ്റവും ബേസിക് ഐഡിയ എന്താ? ഒരാൾ ആണാണെങ്കിൽ അയാളുടെ ശരീരം മൊത്തം ആണാണെങ്കിലും അയാൾ പെണ്ണാന്ന് പറഞ്ഞാൽ പെണ്ണായി അംഗീകരിക്കണം. ഇതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 2 ഫോട്ടോ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആള് വില്യം തോമസ്.
മൂപ്പര് അമേരിക്കയിലുള്ള നീന്തൽ കളിക്കാരനാണ്. അപ്പൊ മൂപ്പര് ചെയ്തെന്ന് വെച്ചാൽ നീന്തൽ ആണായതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ കൂടെ മത്സരിച്ചു. അപ്പൊ ആണുങ്ങളുടെ കൂടെ മത്സരിച്ചിട്ട് മൂപ്പർക്ക് 462 റാങ്ക് ഒക്കെ കിട്ടിയത്. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചു കാലം പിന്നോട്ടൊക്കെ പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൂപ്പര് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, വില്യം തോമസ് നിങ്ങൾ ഇത്രയും കാലം അറിഞ്ഞ ഞാൻ സത്യത്തിൽ ലിയ തോമസ് ആകുന്നു, ഞാൻ പെണ്ണാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം? പെണ്ണായാൾ പെണ്ണിന്റെ കൂടെ മത്സരിക്കണം അല്ലേ? അപ്പം മൂപ്പർ എന്ത് ചെയ്തു? വിമൻസ് സ്വിമ്മിങ്ങിൽ മത്സരിച്ചു, സ്ത്രീകളുടെ കൂടെ. എന്നിട്ട് 1ാം റാങ്ക് കിട്ടി. ഇതൊന്ന് അടുത്ത പ്രാവശ്യം സ്കൂൾ സ്പോർട്സ് ഫെസ്റ്റിൽ ഇതൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് LGBT. പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണായിട്ട് അംഗീകരിക്കണം, ആണാണെന്ന് പറഞ്ഞാൽ ആണായിട്ട് അംഗീകരിക്കണം. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്കോട്ട്ലൻഡിൽ 2 സ്ത്രീകളെ റേപ്പ് ചെയ്തൊരു പ്രതി അയാൾ കോടതിയിലേക്ക് വന്നു. 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തൊരു പ്രതി. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് അല്ലേ? മൂപ്പര് കോടതിയിൽ വന്ന് ജഡ്ജിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പെണ്ണാകുന്നു. 2 പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ പെണ്ണാകുന്നു പറഞ്ഞു. സ്കോട്ട്ലൻഡിലുള്ള നിയമം ഈ LGBTക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള നിയമം എന്താ? പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണായിട്ട് അംഗീകരിക്കണം, പെണ്ണിന്റെ ജയിലിലേക്ക് അയക്കണം. എന്നാലോചിക്കുക, 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പ്രതിനെ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് പെണ്ണുങ്ങളെ ജയിലിലേക്ക് കൂടി അയച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെയുള്ള ഫെമിനിസ്റ്റുകൾ പോലും അതിനെതിരെ, സ്ത്രീകളടക്കം ഒരുപാട് ആളുകൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ ചോദിച്ചാൽ, നമ്മളിങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലെ റീലുകളിലൂടെ, അതേപോലെ തന്നെ ഫേസ്ബുക്കിലെ ഏതെങ്കിലും പോസ്റ്റിലൂടെ, യൂട്യൂബിലെ ഷോർട്സിലൂടെ ഒക്കെ കാണുന്ന ഒരു 30 സെക്കൻഡ് റീല് വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഐഡിയോളജികളും ചിന്തകളും ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഒരു വിഷയം ഓക്കെ, LGBT നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓരോരുത്തർ മനുഷ്യന്മാർ ചിന്തിച്ചുണ്ടാക്കിയ പ്രശ്നമാണിത് അല്ലേ? എന്നാൽ അതേ സമയത്ത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, 2 ശരീരത്തിലെ അവയവങ്ങളോടുകൂടി ജനിക്കുന്ന കുറച്ച് വളരെ റെയറായ ആളുകളുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും അവയവങ്ങളോടുകൂടി. അവരെ ട്രാൻസ്ജെൻഡർ എന്നല്ല പറയാ, അവരെ ഇന്റർസെക്സ് ആണെന്നാണ് പറയാ. അതിനെക്കുറിച്ച് ഹുൻസ എന്നാണ് ഇസ്ലാമിൽ പറയാം. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ മതവിധികളൊക്കെ ഇസ്ലാമിലുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ മറവിൽ എന്ത് ചെയ്തു? ചില ആൾക്കാർ ഈ ട്രാൻസ്ജെൻഡറിസം എന്ന് പറഞ്ഞിട്ട്, ആണ് പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണായി അംഗീകരിക്കുക, പെണ്ണാണെന്ന് പറഞ്ഞാൽ ആണായിട്ട് അംഗീകരിക്കുക എന്നൊക്കെ രൂപത്തിലുള്ള ഈ സാധനങ്ങൾ, ഈ ആശയങ്ങൾ ആളുകളുടെ തലയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് വരെ ഇത്തരം ആശയങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ ട്രെൻഡിന്റെ കൂടെ അങ്ങോട്ട് ഒലിച്ചു പോകാതെ നമ്മൾ വിഷയങ്ങൾ കൂടുതലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും, ഇസ്ലാം അത് എന്താണ് അതിൽ കൃത്യമായ കാര്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതിൽ പറഞ്ഞ ഫെമിനിസത്തിലാണെങ്കിലും കമ്മ്യൂണിസത്തിലാണെങ്കിലും അതേപോലെ തന്നെ LGBTയിലാണെങ്കിലൊക്കെ വളരെ ജെന്യൂൻ ആയ കുറെ പ്രോബ്ലംസ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അവര് എന്ത് ചെയ്തു? അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതിന് അവര് ഡയഗ്നോസ് തെറ്റിച്ചു. ആളുകൾ ചിന്തിച്ചു, മനുഷ്യന്മാർ ചിന്തിച്ചപ്പോൾ മനുഷ്യന്റെ ചിന്തക്ക് പരിമിതിയുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? മൊത്തത്തില് കൂടുതൽ അപകടകരമായ പരിഹാരം. കമ്മ്യൂണിസം കൊണ്ട് കോടിക്കണക്കിന് തൊഴിലാളികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഫെമിനിസം കൊണ്ട് സ്ത്രീകൾ കൂടുതൽ പ്രയാസത്തിലേക്ക് പോയി. അതേപോലെ തന്നെ LGBT പൊളിറ്റിക്സ് കൊണ്ട് സ്ത്രീകളുടെ സുരക്ഷ വലിയ രൂപത്തിൽ അപകടത്തിലായി. ഇങ്ങനെയുള്ള അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത്, പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അത് ഒറ്റ നോട്ടത്തിൽ അത് നമുക്ക് എന്ത് ചെയ്യും? അത് ഇഷ്ടം ഉണ്ടാവില്ല. പടച്ചോൻ അത് ഹറാമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറഞ്ഞു, അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇടങ്ങേറുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും വെറുക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതെന്തായിരിക്കും? വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും, നല്ലതായിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഇങ്ങനെ മൊബൈലിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ പലതും നോക്കി നിൽക്കാൻ, പലത് കമന്റ് അടിക്കാൻ, പല രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കാൻ, നിസ്കരിക്കാതിരിക്കാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടാകും. പക്ഷേ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും അത് ലോങ് ടേമിൽ നിങ്ങൾക്ക് ഷർറായിരിക്കും, അത് നിങ്ങൾക്ക് അപകടകരമായിരിക്കും. അതുപോലെ തന്നെ അത് പല രൂപത്തിൽ ദോഷകരമായിരിക്കും. അവസാനത്തെ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനാണ് എല്ലാം അറിയുന്നത്. എല്ലാം അറിയുന്ന അൽ അലീമായ റബ്ബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് പൂർണ്ണമായി സബ്മിറ്റ് ചെയ്ത് നാം പരിപൂർണ മുസ്ലിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുമ്പിലേക്ക് പലതരം വിഷങ്ങൾ കടന്നു വരും, പലതരം ചിന്തകൾ കടന്നു വരും, പലതരം ആശയങ്ങൾ കടന്നു വരും. അവിടെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച പടച്ചവൻ എന്തു പറഞ്ഞു എന്നതിലേക്ക് പൂർണ്ണമായും സബ്മിറ്റ് ചെയ്തുകൊണ്ട് പരിപൂർണമായും മുസ്ലിമായി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ,
രക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഏത് വിഷയം വന്നാലും പടച്ചോനൊരു കാര്യം പറഞ്ഞാൽ അതിൽ സബ്മിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. ഇത് ഒരുപാട് വിഷയങ്ങളുടെ വളരെ ചുരുങ്ങിയ രൂപം മാത്രമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഫേർദർ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ചെയ്യണം. അത് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, QR കോഡ് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി ചർച്ചകൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ നടത്താം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ ജസ്റ്റ് ആ URL മേലെയുള്ള ടിൻ URL എന്നുള്ള URL ജസ്റ്റ് എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് ജോയിൻ ചെയ്താലും മതി. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യാം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് മേഖലയിലും നമ്മുടെ മുമ്പിലേക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള മുസ്ലിങ്ങളാകാൻ നമ്മെ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.